എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ 22 കാശ്മീർ താഴ്വരയിലെ പഹൽഗാമിൽ വെച്ച് തീവ്രവാദികൾ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു. ഈ ആക്രമണം ഭാരതത്തെ മാത്രമല്ല ലോക ജനതയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന് തക്കതായ തിരിച്ചടി നൽകുന്നതിന് നമ്മുടെ ഭാരത സർക്കാർ ഒരു പ്രോഗ്രാം രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. വളരെ ക്ഷമാപൂർവം, അല്പം പോലും അതിരുകടക്കാതെ കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവരെ നശിപ്പിച്ചും കേന്ദ്രങ്ങളെ തകർത്തും ഒക്കെ നല്ലൊരു തിരിച്ചടി നമ്മുടെ സർക്കാർ നൽകി. പക്ഷേ തുടർന്നും പാകിസ്ഥാൻ ചില്ലറ ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിട്ടു. ചൈനയുടെ യുദ്ധോപകരണങ്ങളുടെ സഹായത്താൽ. പക്ഷേ അതിനെയെല്ലാം നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തതും നമ്മൾക്കല്ലാതെ ലഭ്യമായിട്ടുള്ളതുമായ ആയുധങ്ങളുടെ ബലത്താൽ അതിനെയെല്ലാം തച്ചു തകർക്കാൻ നമുക്ക് സാധിച്ചു. ഭാരതത്തിലെ സിവിലിയൻസിനൊന്നും യാതൊരു തകരാറും സംഭവിക്കാതെ എല്ലാത്തിനെയും നേരിടാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ദൗത്യം അവിടം കൊണ്ട് അവസാനിച്ചില്ല. നമ്മുടെ സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ ആൾ പാർട്ടി ഡെലിഗേഷൻ എന്ന ഒരു ഗ്രൂപ്പിന് രൂപം നൽകി. ഓപ്പറേഷൻ സിന്ദൂർ ആൾ പാർട്ടി ഡെലിഗേഷൻ ഇതിന് രൂപം നൽകിയത് ഭാരതത്തിൻ്റെ സന്ദേശം, അതായത് തീവ്രവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അതിശക്തമായി തകർത്ത് ഈ ലോക ജനതയെ തീവ്രവാദ ഭീഷണിയിൽ നിന്നും പരിപൂർണമായി മോചിതമാക്കുക എന്ന ആ ദൗത്യം ഭാരതം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ലോകരാഷ്ട്രങ്ങളെ ഭാഗഭാക്കാകാനും എല്ലാം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആൾ പാർട്ടി ഡെലിഗേഷൻ എന്നുള്ളത്. അതിലേക്ക് ശശി തരൂരിനെ നേരിട്ട് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചു. ശശി തരൂരിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കോൺഗ്രസിൻ്റെ എം പിയാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെ പോലെ രാഷ്ട്രീയ അന്ധത അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നല്ല തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്ലാഘിച്ചു വന്നിരുന്നു. നമുക്കറിയാം, 2014 മോഡി ഗവൺമെൻറ് ആരംഭിച്ച സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ശ്ലാഘിച്ചയാളാണ് ശശി തരൂർ. കോവിഡ് കാലഘട്ടത്തിൽ മെഡിസിൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയും ലോകരാഷ്ട്രങ്ങൾക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്ത് ലോക ജനതയ്ക്ക് തന്നെ ആശ്വാസം പകർന്ന മഹത്തായ ഒരു സംരംഭത്തെ ശശി തരൂർ ശ്ലാഘിച്ചു. പഹൽഗാമിലെ സംഭവത്തിന് ശേഷം ഇത് സുരക്ഷാ വിട്ടുവീഴ്ചയെന്ന് പറഞ്ഞ് കോൺഗ്രസ് നാട് മുഴുക്ക നടന്ന് പ്രചരിപ്പിക്കുമ്പോൾ ശശി തരൂർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. 100% ഒരു സുരക്ഷാ സംവിധാനം ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്രയേൽ എല്ലാ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഇസ്രയേലിൽ പോലും സുരക്ഷാ വീഴ്ചയുടെ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അത് സുരക്ഷാ വീഴ്ചയല്ല, ടെററിസ്റ്റുകൾ അപ്രതീക്ഷിതമായി എവിടുന്നെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് കഴിയുമ്പോൾ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞയാളാണ്. മാത്രവുമല്ല, തക്കതായ തിരിച്ചടി നൽകി ഭാരതത്തിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ സർക്കാർ നേരിട്ട് ക്ഷണിച്ചു. കൂടാതെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നാസർ ഹുസൈൻ, മഹീന്ദർ സിംഗ് എന്നിങ്ങനെ 4 പേരുടെ പേരാണ് കോൺഗ്രസ് ഇതിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ ഗൗരവ് ഗൊഗോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഭാര്യയുമായിട്ട് പാകിസ്ഥാൻ സന്ദർശിക്കുകയും ISIയുമായി ബന്ധമുള്ള ഒരു NGOയുടെ കയ്യിൽ നിന്നും ഭീമമായൊരു തുക കൈപ്പറ്റുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കി. സയ്യിദ് നാസർ ഹുസൈൻ, അദ്ദേഹം 2024 MP ആയി, രാജ്യസഭ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ആ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെയും ഇന്ത്യയോടുള്ള നിലപാട്, പാകിസ്ഥാനോടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും ഒഴിവാക്കി.
മഹീന്ദർ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയപരമായി വിദേശ നയതന്ത്ര ബന്ധങ്ങൾ തീരെ ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിന് അതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് അദ്ദേഹത്തെയും ഒഴിവാക്കി. പക്ഷേ നമ്മൾ അറിയാം, അതേപോലെ NCPയുടെ സുപ്രിയ സുലെ, AIMIM അസസുദ്ദീൻ ഒവൈസി, BJPയുടെ ബയൻസ് പാണ്ഡെ, CPMൻ്റെ ബ്രിട്ടാസ്, DMKയുടെ കനിമൊഴി തുടങ്ങിയ 59 പേരാണ് ഈ ദൗത്യത്തിൽ ഉള്ളത്. അവർ 7 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രങ്ങളിലും അതേപോലെ സ്ഥലത്ത് പത്രസമ്മേളനങ്ങൾ നടത്തുക, അവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണരുമായി സംസാരിക്കുക, രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് വേണ്ട രീതിയിലുള്ള ഇൻട്രാക്ഷൻസൊക്കെ നടത്തി ആഗോളതലത്തിൽ ഈ തീവ്രവാദത്തിനെതിരെ അതിശക്തമായൊരു അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ ഒന്നാകെ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്ന ഈ തീവ്രവാദ നിഗ്രഹം എന്ന് പറയുന്ന ആ മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആൾ പാർട്ടി ഡെലിഗേഷൻ്റെ ലക്ഷ്യം.